നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 ഡിസംബർ മാസത്തിൽ ബാഴ്സലോണയിലെ ഒരു നൈറ്റ് ക്ലബ്ബിൽ വെച്ചുകൊണ്ട് 23-കാരിയായ ഒരു യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കാര്യത്തിൽ ബ്രസീലിയൻ സൂപ്പർ താരമായ ഡാനി ആൽവസ് കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം സ്പാനിഷ് കോടതി കണ്ടെത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് 4.5 വർഷത്തെ തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ഇനി അടുത്ത 3.5 വർഷക്കാലം ഡാനി ആൽവസ് ജയിലിൽ തന്നെയാണ് തുടരുക. 1 വർഷം റിമാൻഡിലായിക്കൊണ്ട് അദ്ദേഹം തടവ് ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തിന് തന്നെ വളരെ വലിയ രൂപത്തിൽ നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. FC ബാഴ്സലോണയ്ക്ക് വേണ്ടി ദീർഘകാലം കളിച്ചിട്ടുള്ള ഇതിഹാസ താരമാണ് ഡാനി ആൽവസ്. 2008 മുതൽ 2016 വരെ ബാഴ്സലോണയുടെ ഭാഗമായിരുന്നു ഇദ്ദേഹം. പിന്നീട് 2021-22 സീസണിൽ കുറച്ചു കാലം അദ്ദേഹം ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുകയും ചെയ്തു. ആകെ 408 മത്സരങ്ങളാണ് ബാഴ്സയ്ക്ക് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. 6 ലാലിഗ കിരീടങ്ങളും 3 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും അദ്ദേഹം ബാഴ്സയിൽ വെച്ച് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ FC ബാഴ്സലോണ തങ്ങളുടെ ഇതിഹാസ താരങ്ങളുടെ ഗണത്തിൽ ഡാനിയെ ഉൾപ്പെടുത്തിയിരുന്നു. ആകെ 108 താരങ്ങൾ ഉള്ള ലെജൻഡറി പ്ലെയേഴ്സിന്റെ ലിസ്റ്റിലായിരുന്നു ഡാനി ആൽവസ് ഉണ്ടായിരുന്നത്. ജോയൻ ഗാംബർ മുതൽ ലയണൽ മെസ്സി വരെയുള്ള ഇതിഹാസങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇത്. ഈ ലിസ്റ്റിൽ നിന്നും FC ബാഴ്സലോണ ഇപ്പോൾ ഡാനി ആൽവസിനെ നീക്കം ചെയ്തിട്ടുണ്ട്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ എസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന് ബാഴ്സലോണയുടെ ഇതിഹാസ പദവി ഇപ്പോൾ നഷ്ടമായി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. സെവിയ, PSG, അതുപോലെ തന്നെ യുവന്റസ് എന്നിവർക്ക് വേണ്ടിയൊക്കെ കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ഡാനി ആൽവസ്. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മെക്സിക്കൻ ക്ലബ്ബായ പ്യൂമാസിന്റെ താരമായിരുന്നു അദ്ദേഹം. പിന്നീട് ഉടൻ തന്നെ അവർ ഈ താരവുമായുള്ള കോൺട്രാക്ട് റദ്ദാക്കുകയായിരുന്നു. ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി 126 മത്സരങ്ങളും ഡാനി ആൽവസ് കളിച്ചിട്ടുണ്ട്. ഇനി ഫുട്ബോൾ ലോകത്തേക്ക് മടങ്ങിയെത്തുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.